പൊന്നാനി ബലാത്സംഗ കേസിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ റദ്ദാക്കണമെന്ന ഹർജി തള്ളി. കേസെടുക്കാൻ നിർദ്ദേശിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ശരിവച്ചു. മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. ഡിവൈഎസ്പി വി ബെന്നിക്കും സിഐ വിനോദ് വലിയാറ്റൂരിനും തിരിച്ചടി. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഓരോ ദിവസവും കോടതി എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചത്. മാധു, അത്തരം ചോദ്യങ്ങൾക്കൊടുവിലാണ് ഹൈക്കോടതി ഇന്ന് ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളുന്നത്. പ്രതികളെ സംബന്ധിച്ച് ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്നത് മലപ്പുറത്തെ മുൻ SP ആയ സുജിത് ദാസ്, ഡിവൈഎസ്പി വി ബെന്നി, ഒപ്പം CI ആയിരുന്ന വിനോദ് വലിയാറ്റൂർ. ഈ 3 പേരുമാണ്. 3 പേർക്കെതിരെയും കേസെടുക്കാനാണ് നേരത്തെ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് 3 പേരും ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ 2 ദിവസവും ചോദിച്ചത് ഈ 3 പ്രതികൾക്കെതിരെ കേസെടുക്കാത്തത് അരാജകത്വം സൃഷ്ടിക്കും, ഈ കേസെടുക്കാത്ത പോലീസ് നടപടി ഭയപ്പെടുത്തുന്നതടക്കമുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് വിശദമായ വാദം കേട്ട് ഹൈക്കോടതി അല്പസമയം മുമ്പ് ഈ 3 പേരുടെയും ഹർജി തള്ളുന്നത്. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കാൻ ഹൈക്കോടതി വിസമ്മതിക്കുന്നു. പ്രതികളുടെ ആവശ്യം, ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്യുന്നുണ്ട്. കേസെടുക്കാൻ നിർദ്ദേശിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയാണ്. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. ഒപ്പം ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെയും CI വിനോദ് വലിയാറ്റൂരിനെതിരെയും കേസെടുക്കാൻ നിർദ്ദേശിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി പാലിക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളുകയാണ്. മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവനുസരിച്ച് കേസെടുക്കണം. പൊന്നാനി പോലീസ് കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്നായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആക്ഷേപം. പക്ഷേ ആ വാദം സമ്പൂർണ്ണമായും ഹൈക്കോടതി തള്ളുകയാണ്. മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ വീഴ്ചയില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. 2022 അതിജീവിത വ്യത്യസ്ത ഘട്ടങ്ങളിൽ ബലാത്സംഗത്തിന് ഇരയായത്. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരും 3 ഘട്ടങ്ങളിലാണ് അതിജീവിതയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കേസെടുക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ നേരത്തെ ഈ പ്രതികളും ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരും നൽകിയ അപ്പീൽ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. തുടർന്നാണ് നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. പക്ഷേ ആ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടിക്രമങ്ങളെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് ഇതിനെതിരെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ തുടർന്നെടുത്ത തീരുമാനം, വിശദമായ വാദം കേട്ട് എടുത്ത തീരുമാനം, സ്വകാര്യ ന്യായം വീണ്ടും പരിശോധിച്ച് പുതിയ തീരുമാനമെടുക്കണം എന്നായിരുന്നു സുപ്രീം കോടതി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയ നിർദ്ദേശം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നാളുകളിൽ വിശദമായ വാദം കേൾക്കുകയും ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയത്. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കി ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് കേസ് എടുത്തിരുന്നില്ല. ഇതിനിടെയാണ് 3 ഉദ്യോഗസ്ഥർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിട്ടും കേസെടുക്കാത്തത് എന്ത് എന്നാണ് പോലീസിനോട് ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചത്. 9 കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിബാൽ, 2022 ജനുവരിയിലാണ് അതിജീവിതയുടെ പരാതിക്ക് ആധാരമായ കുറ്റകൃത്യങ്ങൾ നടന്നത്. അതിനുശേഷം പോലീസ് കേസെടുക്കുന്നില്ല, പ്രൈവറ്റ് ഹർജി പോകുന്നു, വീണ്ടും കോടതിയിൽ ഇത്രയും കാലം, അതിനിടയിൽ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ പോലും അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് എന്ത് എന്ന പ്രാഥമികമായ ചോദ്യത്തിന് പോലീസിന് പറയാൻ ഉത്തരമില്ല. മാധു, മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുവെന്ന് മാത്രമല്ല, ആവർത്തിച്ച് കോടതികൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാത്തതെന്ന്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നുമില്ല എന്നതാണ് പ്രധാനം. ഏതായാലും നിലവിൽ വീണ്ടും ആവർത്തിച്ച് നിർദ്ദേശിക്കുകയാണ് ഹൈക്കോടതി. SP അടക്കമുള്ള DYSP ഉൾപ്പെടെയുള്ള 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യണം. അതിജീവിതം ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ട്. ഗൗരവമുള്ള പരാതിയാണ്, ഒരു സ്ത്രീ നൽകിയ പരാതിയാണ്. ആ പരാതി എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് എന്ന ചോദ്യം കോടതി ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഉത്തരം നൽകാൻ പോലീസിന് തയ്യാറാകാൻ കഴിയാത്തത് എന്നത് പ്രധാനമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് അവിടെ പോലീസിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു എന്നതാണ്. ആ രീതിയിലാണ് വിലയിരുത്തൽ പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ഏറെക്കാലമായി, ഏതാണ്ട് 2 വർഷക്കാലമായി നടത്തുന്ന പോരാട്ടമാണ് അതിജീവിത. പൊന്നാനിയിൽ വെച്ച് നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് പോലീസിന് നൽകിയ പരാതി, ആ പരാതി പിന്നീട് കോടതിയിലെത്തുന്നു. തുടർച്ചയായി നിരവധി കോടതിയിൽ നടന്ന നിയമപോരാട്ടം, ആ നിയമപോരാട്ടത്തെ പ്രതിരോധിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമം, ഒടുവിൽ കോടതി
കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. അവിടെ പോലീസ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ആ കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് പോകുകയാണ്. ഇനി എങ്ങനെയാണ് ഇനിയും സംരക്ഷണവുമായി മുന്നോട്ട് പോവുക എന്നാണ് പ്രധാനം. കാരണം കോടതി ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു, ഇതിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇനി വൈകാതെ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്യാം, ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സമയത്താണ് ഈ ഉദ്യോഗസ്ഥർ, കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ മേൽക്കോടതിയിലേക്ക് പോകുന്നത്. ആ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അതിൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്നടക്കം ആണ് അവർ ഉന്നയിക്കുന്ന വാദം. ഇതിൽ പക്ഷേ 2022 ഈ കേസിനാസ്പദമായ സംഭവം. ഒരു തവണ ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അതിന്റെ പേരിൽ വീണ്ടും പരാതി നൽകാൻ പോകുമ്പോൾ വീണ്ടും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് പരാതി. സ്വാഭാവികമായും പോലീസുകാരല്ല അപ്പുറത്ത് നിൽക്കുന്നത് എങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയാലും ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്യുകയാണ്. അന്വേഷണം പിന്നീടാണല്ലോ. മാധു, കോടതിയിൽ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നു. കാരണം ലളിതകുമാരി കേസ് ഇവിടെ ബാധകമാകുമെന്നതാണ്. കാരണം ലളിതകുമാരി കേസ് അനുസരിച്ച് ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രാഥമിക അന്വേഷണം ആവശ്യമില്ല, ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നതാണ് സുപ്രീം കോടതി 1996 ലളിതകുമാരി കേസിൽ നൽകിയ വിധി പ്രസ്താവം. അതനുസരിച്ചാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുന്നില്ല? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയായതിനാലാണോ FIR രജിസ്റ്റർ ചെയ്യാൻ SHOയ്ക്ക് മടി എന്ന കാര്യമാണ്. SHOയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ SHO അക്കാര്യം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം, കേസെടുക്കാനുള്ള നിർദ്ദേശമുണ്ട് എന്ന കാര്യം SHO ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു കേസെടുക്കാൻ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും കേസെടുത്തിട്ടില്ല എങ്കിൽ അത് തികഞ്ഞ അരാജകത്വത്തിന് വഴിയൊരുക്കും എന്ന കടുത്ത ഭാഷയുള്ള വിമർശനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസവും വരികയാണ്. അതിനുശേഷമാണ് കോടതി പറയുന്നത് ഈ ഒരു സാഹചര്യം, അതായത് 9-ാം തീയതി കേസെടുക്കണമെന്നാണ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത്. 15-ാം തീയതി ആയിട്ടും കേസെടുത്തില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതായത് കോടതി ഉത്തരവ് നിലനിൽക്കെ അതിനെതിരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു എന്നത് കോടതിയെ ചൊടിപ്പിക്കുകയും ചെയ്തു. ഹൈക്കോടതി ആ രീതിയിൽ അത് പ്രകോപിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഒരു വിമർശനം എന്നതിൽ തന്നെ പറയുന്നത് ഇത് അരാജകത്വം സൃഷ്ടിക്കും. മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ട് ആ നിർദ്ദേശം പോലീസ് പാലിച്ചില്ല എങ്കിൽ അത് അരാജകത്വം സൃഷ്ടിക്കും. മാത്രമല്ല കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ തന്നെ ഭയപ്പെടുത്തുന്നു എന്ന കാര്യം കൂടി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ വിമർശനമായി തന്നെ പറയുകയും ചെയ്യുന്നത് ഈ പോലീസുകാരുടെ നടപടി. അതായത് ഈ മാസം 9-നാണ് വിശദമായ വാദം കേട്ടിട്ട് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. ലളിതകുമാരി കേസിന്റെ വിധി അനുസരിച്ച് പ്രത്യേകിച്ചും ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ, ഇത് ഒരു സ്ത്രീക്കെതിരായ ലൈംഗിക അതിക്രമമാണോ ബലാത്സംഗ കേസാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് അനുസരിച്ച് നിലനിൽക്കുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന്മേൽ കേസെടുക്കാൻ വേണ്ടി കോടതി നിർദ്ദേശം നൽകി. ഇന്ന് 8 ദിവസമായിട്ടും അതിന്മേൽ യാതൊരു നടപടിയും പോലീസ് ഈ നിമിഷം വരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കോടതി പറയുന്നത് നിങ്ങൾ ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന കാര്യമാണ് പോലീസിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകുന്നത്. ഇതിനിടയിൽ പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാൻ, മജിസ്ട്രേറ്റ് നടപടികൾക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ഈ പ്രതികൾക്ക്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവസരം ലഭിക്കുന്നതാണ്. അതിന് വഴിയൊരുക്കുന്നത്, അതിന് കൂട്ടുനിൽക്കുന്നത് ഈ പോലീസ് തന്നെയാണ്. അങ്ങനെ പോലീസ് കൂട്ടുനിൽക്കുമ്പോഴാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 3 ദിവസം ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുന്നത്. ഇന്ന് തന്നെ ഇതിന്മേൽ വിധി പറയുകയും ചെയ്യുന്നത്. രാവിലെ ഇതിൽ വാദം പൂർത്തിയാകുമ്പോൾ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു വൈകിട്ട് 4:30 വിധി പറയുമെന്ന്. അതിനനുസരിച്ച് ഹൈക്കോടതി വിധി പറയുകയും ചെയ്തു. അങ്ങനെ വിധി പ്രസ്താവന വരുമ്പോഴാണ് അത് 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും തിരിച്ചടിയാകുന്ന വിധിയിലേക്ക് എത്തുന്നത്. മലപ്പുറത്തെ മുൻ SP സുജിത് ദാസ്, ഒപ്പം DYSP VV ബെന്നി, ഒപ്പം CI ആയ വിനോദ് ബലിയാറ്റൂർ, 3 പേർക്കുമെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നതാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കുക എന്നത് മാത്രമാണ് കോടതിക്ക് ചെയ്യാൻ. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വരുന്നതും സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ. സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ തീർപ്പാക്കാൻ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഇവിടെ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ആ കോടതി ഉത്തരവിനെയാണ് ഈ പറയുന്നത് പോലെ പോലീസ് നിഷ്കരുണം പരിഗണിക്കാതിരുന്നത്. ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ, ഒരു നീതിന്യായ സംവിധാനത്തിന്റെ ഉത്തരവിനെയാണ് പോലീസ് ആ രീതിയിൽ അവഗണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ഇതിനെ ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചത് ഇങ്ങനെ കേസെടുക്കാതിരിക്കുന്നത് കോടതി ലക്ഷ്യമാണ് എന്ന കാര്യം കൂടി സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിനെ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ അപ്പീൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി വന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിൽ കേസെടുക്കാത്തതെന്നൊരു വിശദീകരണം സർക്കാരിൽ നിന്നുണ്ടായി. ആ വിശദീകരണം
ഹൈക്കോടതി ഇന്നലെ തന്നെ തള്ളുകയും ചെയ്തു. അക്കാര്യം പറ്റില്ല, കാരണം ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ അറിവ് ലഭിച്ചാൽ എത്രയും വേഗം കേസെടുക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. ഇത് ബലാത്സംഗ കേസാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. അതിനുകൂടി പിന്നാലെയാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസിൽ വിധി പറയുന്നത്. അത് ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും, അതായത് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുന്നത്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയും ചെയ്തത്. ഇനി കേസെടുക്കുക എന്നത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച്. അത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ SP സുജിത് ദാസ് പ്രതിയാകും, DYSP VV ബെന്നി പ്രതിയാകും, CI വിനോദ് വലിയാറ്റൂർ പ്രതിയാകും. 3 പേർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ബലാത്സംഗ കുറ്റമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയായിരിക്കും പോലീസ് കേസെടുക്കേണ്ടി വരിക. ശ്യാം ദേവരാജും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്യാം, അതുപോലെ ഈ കാര്യത്തിൽ, അതായത് ഇത്രയും കാലം എന്തുകൊണ്ടാണ് പോലീസ് ഈ നിഷേധാത്മക സമീപനം സ്വീകരിച്ചത് എന്നതുകൂടി ചോദ്യമാണല്ലോ. മധു, അതൊരു വലിയ ചോദ്യമാണ്. കാരണം നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് കോടതി ഈ കേസിന്മേൽ ആദ്യഘട്ടത്തിൽ വാദം കേട്ടതിന് ശേഷം പോലീസിനോട് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ കേസെടുക്കാനുള്ള നിർദ്ദേശം ചോദ്യം ചെയ്താണ് ആദ്യഘട്ടത്തിൽ 2 വർഷം മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അന്ന് തന്നെ ഇതിന്മേൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങൾ പാലിക്കാൻ പോലീസ് ഒരു രീതിയിലും തയ്യാറായിരുന്നില്ല. ഏതാണ്ട് 2 ആഴ്ച കാലത്തിന് ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് തന്നെ. അതായത് ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നത് സുപ്രീം കോടതിയുടെ വിധിയായിട്ട് പോലും അക്കാര്യം പാലിക്കാൻ പൊന്നാനി പോലീസ് ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. അതായത് നീതിന്യായ വ്യവസ്ഥയെ, നിയമവ്യവസ്ഥയെ, ഈ രാജ്യത്തിന് നിലവിലുള്ള നിയമവ്യവസ്ഥയെ പാലിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കോടതി തന്നെ പറഞ്ഞത് ഈ കേസിന്റെ ന്യായാന്യായങ്ങളിലേക്ക്, ഹൈക്കോടതി 2 ഘട്ടങ്ങളിലും പറഞ്ഞത് ഈ കേസിന്റെ ന്യായാന്യായങ്ങളിലേക്ക് പിന്നീട് പോകാം, നിങ്ങൾ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ, അവർ പ്രതികളല്ല, അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്നൊക്കെയുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തേണ്ടത്. നിങ്ങൾ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക, തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോവുക. പക്ഷേ ആ നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടും, ഹൈക്കോടതിയിൽ നിന്നും നിരന്തരം അത് ഉണ്ടായിട്ടും ആ നിർദ്ദേശം പാലിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല, പൊന്നാനി പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് പൊന്നാനി പോലീസ് അതിന് തയ്യാറായിട്ടില്ല എന്ന് വെച്ചാൽ അത് പച്ചവെള്ളം പോലെ വ്യക്തമാണ്, കണ്ണാടി പോലെ വ്യക്തമാണ്. അതായത് അത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്, 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ആ പോലീസ് സംവിധാനം നിരന്തരം നിലനിൽക്കുന്നു, അവരെ നിരന്തരം സഹായിക്കാനായി നിലനിൽക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് പോലീസ് ഈ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇതുവരെയും കേസെടുക്കാതിരുന്നത്. പക്ഷേ ഇത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയാണ്. ആ നിയമവ്യവസ്ഥ അനുസരിച്ച്, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചോ അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ചോ ഒക്കെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട പോലീസ്, പരാതിക്കാരിക്കൊപ്പം നിൽക്കേണ്ട പോലീസ് വേട്ടക്കാർക്കൊപ്പം, അതായത് പോലീസിനൊപ്പം നിൽക്കുമ്പോൾ കോടതി ഇടപെടുകയാണ്. എന്നിട്ട് പറയുകയാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം പാലിക്കണമെന്ന്. എത്രയൊക്കെ പോലീസ് ഇതിൽ നിന്ന് പിന്മാറിയാലും പോലീസിന് ഒടുവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. അത് പാലിച്ചില്ലെങ്കിൽ അത് പാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ കോടതിയലക്ഷ്യ നടപടി കൂടി നേരിടേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം മാത്രം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ ആവശ്യം. അത് പക്ഷേ ഇതേ പോലീസ് സംവിധാനം എഴുതിയ റിപ്പോർട്ടായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ തന്നെയാണ്. പക്ഷേ മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഘട്ടത്തിൽ പോലും പ്രാഥമിക അന്വേഷണം എന്നത് ഈ ബലാത്സംഗ കേസുകളിൽ അല്ലെങ്കിൽ അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും ഇത് ക്രിമിനൽ കേസാണ്, ഒരു സ്ത്രീക്കെതിരായ ലൈംഗിക അതിക്രമമാണ്, ബലാത്സംഗ കുറ്റമാണ്. അത്തരം കേസുകളിൽ ഇപ്പുറത്തുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ട് മാത്രം, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്, IPS ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ട് മാത്രം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ്. പക്ഷേ അത്തരമൊരു പ്രാഥമിക അന്വേഷണം ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് കോടതിയോട് ഈ കേസെടുക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും പുതിയ തീരുമാനമെടുക്കാൻ വേണ്ടി ആദ്യം ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത്. അതിനുകൂടി അടിസ്ഥാനത്താണ് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതി പിന്നീട് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുന്നത്. അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പക്ഷേ ഇങ്ങനെയൊക്കെ ഈ നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിൽ പോലീസ് തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു, നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അങ്ങനെയൊക്കെ വ്യതിചലിക്കുമ്പോഴും അവസാനം ഇത്ര വർഷങ്ങളായി, ഏതാണ്ട് കഴിഞ്ഞ 4.5 വർഷമായി നിരന്തരം നിയമപോരാട്ടം നടത്തുകയാണ് അതിജീവിത. ആ അതിജീവിതയ്ക്കൊപ്പമാണ് നീതിന്യായ വ്യവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിലെ നടപടിക്രമങ്ങൾ. കാരണം ഇത്തവണ കോടതിയുടെ പരിശോധനയിലേക്ക് വന്നത് ഈ സ്വകാര്യ ന്യായ മജിസ്ട്രേറ്റ് കോടതിയിൽ അതിജീവിതം. റോഷിപാൽ കൂടി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ റദ്ദാക്കണമെന്ന ഹർജി കൂടി തള്ളിയിരിക്കുന്നു. പോലീസിന് ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ മറ്റു മാർഗമുണ്ടോ? മാധു, ഇനി പോലീസിന് മുന്നിൽ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SP ഉൾപ്പെടെയുള്ള DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നത് മാത്രമാണ് വഴി. കാരണം ആവർത്തിച്ച വിവിധ കോടതികൾ
നേരത്തെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്, അത് ശരിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഈ ഉദ്യോഗസ്ഥന്മാർ മേൽക്കോടതിയിലേക്ക് പോകുമോ എന്നത് മറ്റൊരു കാര്യം. എന്നാൽ പോലും ഈ കോടതിയുടെ ഉത്തരവ് മാനിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. അതുകൊണ്ട് ഇനി FIR രജിസ്റ്റർ ചെയ്യുക. അതിൽ SP സുജിത് ദാസ് അടക്കമുള്ള VV ബെന്നി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കെതിരെ കേസെടുക്കാൻ സ്വാഭാവികമായും ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. ആ കാര്യം കൂടി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണമെന്ന് ഇപ്പോൾ കോടതി ഈ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമോ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ, കോടതിയുടെ ഉത്തരവ് അനുസരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ അത് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഏതായാലും സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുമോ എന്നതാണ് പ്രധാനം. ഈ കാര്യത്തിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനമാവുക. കാരണം ഇത് സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയും നാണക്കേടുണ്ടാകാതെ FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യത. മധു, RS ഷിബാലും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.